അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വണ്ടീൻ്റെ യൂസർ റിവ്യൂ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. വണ്ടി ജൂപ്പിറ്ററാണ്. അപ്പോൾ 125cc നമുക്കൊരു സ്കൂട്ടർ ടൈപ്പ് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ഈ ജൂപ്പിറ്റർ എടുക്കണോ അല്ലെങ്കിൽ വേറെ വണ്ടിയിലേക്ക് പോകണോ, ഈ വണ്ടീൻ്റെ ആർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അവരോട് ചോദിക്കാം. എടുത്തിട്ട് ഒരു 6 months ആയിട്ടുള്ളൂ. കൂടുതൽ കാര്യം നമുക്ക് അവരോട് ചോദിച്ചറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ വണ്ടി ഇതാണ് കേട്ടോ, ജൂപ്പിറ്റർ 125cc. അപ്പോൾ ഇതിൻ്റെ ഓണറാണ്. അപ്പോൾ നമുക്ക് ഇവരെ വെൽക്കം ചെയ്യാം. ഹായ്, വെൽക്കം ടു ഷോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, പേരെന്താ, ഡീറ്റെയിൽസ് ഉണ്ടോ ചെറുതായിരുന്നു? ഓക്കെ, എൻ്റെ പേര് താരുണ്യ. ഞാനിവിടെ സൈബർ പാർക്കിൽ എഞ്ചിനീയറായിട്ട്, റിക്വയർമെന്റ് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ എത്ര എടുത്തിട്ട്? ഓക്കെ, ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ജൂപ്പിറ്റർ 125 ആണ്. എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, എനിക്ക് അങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനോ യൂസ് ചെയ്യാനോ ഈ വണ്ടി ആവശ്യമില്ല. എനിക്കാകെ ജസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസ് വരെയുള്ള ഒരു ഷോർട്ട് ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ഈ 6 മാസം വാടകയ്ക്ക് ഇവിടെ അടുത്താണ്. അപ്പോൾ ആ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എനിക്ക് ഈ വണ്ടി. ഈ 6 മാസം കൊണ്ട് ആകെ ഒരു 2500 കിലോമീറ്റർ മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ. എന്റെ യൂസിന് എനിക്ക് അത്രയ്ക്കും കംഫർട്ടായിട്ട് തോന്നിയേക്കുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടിയിലേക്ക് ഇപ്പോൾ ഇലക്ട്രിക് ഒബ്വിയസ്ലി പറ്റൂലല്ലോ, നമുക്ക് ഈ സെഗ്മെന്റിൽ ഇപ്പം വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അല്ല, വേറെ ഏതെങ്കിലും വണ്ടി നോക്കിയില്ല? ഞാൻ സുസുക്കിയുടെ ആക്സസ് 123 നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയത് ഇതാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു, ഇപ്പൊ മന്ത്ലി പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ സാധനങ്ങൾ, അപ്പൊ അത്രയും സാധനങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അത്രയും സ്പേഷ്യസ് ആണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് തെറ്റില്ല. പിന്നെ ഇതിന്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. കുറച്ചും കൂടി ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് ചൂസ് ചെയ്തു. പിന്നെ നമ്മളിപ്പോ സർവീസ് ഒക്കെ എത്ര ചെയ്തിട്ടുണ്ട്? ഇതിപ്പോ 2 സർവീസ് കഴിഞ്ഞു. അവര് ഫസ്റ്റ് സർവീസിനകത്ത് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു എമൗണ്ട് മാത്രം. അതിനുശേഷം സെക്കൻഡ് സർവീസ് അവര് 5000 കിലോമീറ്റർ എബോ ആണ് പറയുന്നത്. പക്ഷെ ആഫ്റ്റർ 6 months ആയതുകൊണ്ട് സെക്കൻഡ് സർവീസും ചെയ്തിരുന്നു. ആ സെക്കൻഡ് സർവീസിൽ ഇതിനൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കളർ ഡിം ആവാതിരിക്കാൻ. അതിന്റെ ഒരു ചാർജ് മാത്രം, അതിന് എക്സ്ട്രാ ഒരു 1000 ഓൾറെഡി മൊത്തം കൂട്ടിയിട്ട് ഒരു 1000 സംതിങ് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ വേറെ ഇപ്പം ലോങ് ഡ്രൈവ് ഒന്നും എന്തായാലും പോയിട്ടില്ല. കൂടിപ്പോയ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ അത്ര ദൂരെ അത്രേ ഉള്ളൂ. കുറച്ച് റൈഡ് ചെയ്യുന്ന അറിയാം. എന്നാലും ഈ ഓടുന്ന ഓട്ടം എങ്ങനെയാ, റൈഡ് ചെയ്യാൻ സുഖമാണോ, എങ്ങനെയാണ്? എനിക്ക് കംഫർട്ട് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇതിന്റെ വെയിറ്റ് ആണെങ്കിലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഫ്യൂവൽ എക്കോണമി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെറിയ ഓട്ടാന്ന് അറിയാം, അപ്പൊ എങ്ങനെ മാസത്തിൽ എത്ര പെട്രോൾ അടിക്കുന്നത്? എനിക്കൊരു 2 ആഴ്ചത്തേക്ക് ഒരു 250 അത്ര മതി. 250 മതി. ചെറിയ രാവിലെ വന്നു പോവാ, അതിനുള്ള ആ ഒരു ഫ്യൂവൽ മാത്രമേ. ചെറിയൊരു ദിവസത്തിൽ ചെറിയ ഓട്ടം മാത്രമേ. എനിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പൊ അധികം കോസ്റ്റ് ആവുന്നില്ല. ഇപ്പൊ ഈ ഒരു 6 മാസത്തെ റിവ്യൂ ആണ്. ചെറിയ പർപ്പസ് ആയതുകൊണ്ട് എനിക്ക് അധികം കോസ്റ്റ് വേണ്ടി വരുന്നില്ല. ഇത് എടുക്കുമ്പോ അവര് എത്ര ടൈം എടുത്തു, നമ്മുടെ നോർമൽ കിലോമീറ്റർ അങ്ങനെ എന്തോ സ്റ്റാറ്റസ് ഉണ്ട് തോന്നുന്നു. കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് ഇവിടെ വരെ എത്താനുള്ള ടൈം ഇപ്പൊ ഞാൻ 9 minutes ആണ് എടുക്കുന്നതെങ്കിൽ ഇതിനകത്ത് 9 minutes ഡിസ്പ്ലേയില് കാണിക്കും. നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ട് നെക്സ്റ്റ് എപ്പോഴാണ് ഓഫ് ചെയ്യുന്നത് അതുവരെയുള്ള ഒരു ടൈം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് കുട്ടിയുള്ളത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സാധനം ബാക്കിൽ വേണം നിർബന്ധമായിരുന്നു. കാരണം കുട്ടീനെയും കൊണ്ട് ഇപ്പൊ ആരെങ്കിലും കൂടെ പിടിക്കുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഉണ്ടാവണം നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ വണ്ടി വാങ്ങിക്കുമ്പോൾ ഇത് ഉണ്ടോ എന്നുള്ളത് നോക്കിയായിരുന്നു, മെയിൻലി നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഒരു പോസിറ്റീവ് സൈഡിൽ വരുന്നത്. നമുക്ക് നെഗറ്റീവ് സൈഡിലേക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ്? നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ പെട്രോൾ ടാങ്ക് വരുന്നത് ഫ്രണ്ടിലാണ്. പക്ഷെ അത് എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം അവര് തന്നെ പറയുന്നുണ്ട് ഒരു 300 എബോ ഒക്കെ പെട്രോൾ അടിക്കുമ്പോൾ പുറത്തോട്ടേക്ക് ഇങ്ങനെ വരികയാണ്. ആ പെട്രോൾ പമ്പിന്റെ ആ ഒരു ഇത് ഇതിനകത്തോട്ട് ബെൻഡ് ചെയ്യാൻ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതൊരു എനിക്ക് പ്രോബ്ലം ആയി തോന്നിയിട്ടുണ്ട്. അതുപോലെ ഈ പെട്രോൾ ടാങ്കിന്റെ ഇത് ഓപ്പൺ ചെയ്യുന്നതും കുറച്ച് ലിഡ് ഓപ്പൺ ചെയ്യുന്നതും കുറച്ചൊരു അത് എന്റെ പ്രോബ്ലം. എനിക്കത് അത്ര കംഫർട്ടായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. മോഡലിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എനിക്ക് മുമ്പ് വണ്ടി യൂസ് ചെയ്തൊക്കെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് എനിക്ക് അത്ര കംഫർട്ട് അല്ല. അപ്പൊ നമ്മൾ ചോദിക്കാൻ വിട്ടൊരു കാര്യമാണ്, ഇതിന്റെ ഏകദേശം ഓൺ റോഡ് പ്രൈസ് എത്ര വന്നെന്ന് ഓർമ്മ ഉണ്ടായിരുന്നു? എനിക്ക് എക്സാക്ട് ഓർമ്മയില്ല, പക്ഷെ ഒരു 1.30-1.50 ആ റേഞ്ചിനകത്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മളിത് EMI അങ്ങനെ എന്തോ ഓപ്ഷൻ EMI ആണ്. ഏകദേശം എത്ര വരുന്നുണ്ട് മാസം? എനിക്ക് മന്ത്ലി 4000. അപ്പോൾ ഇത് നമ്മൾ ആരൊക്കെ സജസ്റ്റ് ചെയ്യാം? എനിക്ക് തോന്നുന്നത് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഈ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, പുള്ളിക്കും വണ്ടീനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ആർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇപ്പൊ എന്റെ ഫാദറും വണ്ടി എടുക്കാൻ നോക്കുന്നത്, അപ്പൊ പുള്ളിക്കും പുള്ളി നോക്കിയിട്ട് വന്നപ്പോ അത്യാവശ്യം സീറ്റ് ആണെങ്കിലും സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കും ഓക്കെ ആണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം വണ്ടിയാണ്. ഈ ഒരു സെഗ്മെന്റിൽ നോക്കുകയാണ് ബെസ്റ്റ് ആയിട്ട് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മാത്രം വേറെ വണ്ടിയിലേക്ക് പോവാണെന്ന് വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഈ വണ്ടിയിൽ. അപ്പോൾ നമ്മളിപ്പം ഒരു ജൂപ്പിറ്റർ യൂസ് ചെയ്യുന്ന ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ പുള്ളി നമുക്കൊരു ചെറിയ യൂസർ റിവ്യൂ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വേറെ ദിവസം എടുക്കുന്ന വീഡിയോ, നമ്മളൊരു ജൂപ്പിറ്ററിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പുള്ളിനോട് ചോദിച്ചു നോക്കാം അവരുടെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചോദിച്ചു നോക്കാം. ഏകദേശം ഒരു 5 years ആയിട്ട് ജൂപ്പിറ്റർ ഓടിക്കുന്ന ആളാണ്. ഹായ് ബ്രോ. ഓക്കെ, മൈക്ക് തരാം. അപ്പോൾ എത്ര കാലമായി ബ്രോ ഈ വണ്ടി ഓടിക്കുന്നത്? ഞാനിത് 2020 എടുത്ത. അപ്പം ഇതിപ്പം ഫാമിലി ആയിട്ടായിരിക്കുമല്ലേ? ഫാമിലി ആയിട്ട് അതെ, ഇത് ഫാമിലി വെഹിക്കിൾ. അപ്പോൾ ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം? ഇത് ഒരു 35,000 കിലോമീറ്റർ 5 yearsനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ. എന്തായിരുന്നു നമ്മളിപ്പോൾ ജൂപ്പിറ്റർ, കാരണം ജൂപ്പിറ്റർ അന്ന് ആക്റ്റീവ് ആയിരുന്നു കുറച്ചുകൂടെ, പക്ഷെ ഇപ്പം കമ്പാരിറ്റീവ്ലി ജൂപ്പിറ്റർ ഇപ്പം കുറച്ചുകൂടെ വേരിയൻസ് വരുന്നുണ്ട്. ഇത് ഇറക്കിയത് ഇത് BS4 ഇത് എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും BS4 മാറ്റി BS6 ആക്കി. പിന്നെ ഇപ്പം എന്തെല്ലാം മോഡിഫിക്കേഷൻസ് ഉണ്ടല്ലോ. ബ്രോ ഈ വണ്ടിയിലേക്ക് വരുമ്പോൾ സ്പെസിഫിക് ഇത് എത്ര കിലോമീറ്റർ? 35 കിലോമീറ്റേഴ്സ് ആണ് ഓടിയില്ലേ? ഇത് ഓടിച്ചതിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്? ഇത് ആർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണ് ഈ വണ്ടി? ഡെഫിനറ്റ്ലി ഒരു സ്കൂട്ടറിന്റെ സെൻസിൽ പറയുകയാണെങ്കിൽ ഇത് നല്ല മൈലേജ് തരുന്ന ഒരു വണ്ടിയാണ്. മൈലേജ് കോൺസെപ്റ്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ അത്യാവശ്യം സിറ്റിയിലൂടെ ഓടിക്കുകയാണെങ്കിലും ഒരു എല്ലാ ടെറൈനിലൂടെ ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു 50+ കിട്ടുന്നുണ്ട്. ഒരു എക്കണോമിയിൽ തന്നെ നമുക്കൊരു 55 സ്പീഡ് തന്നെ പോകാനും പറ്റുന്നുണ്ട്. മോഡ്സ് ഉണ്ടോ അങ്ങനെ? പവറും ഉണ്ടാവും, എക്കണോമി മോഡും ഉണ്ടാവും. അപ്പം ഇതിൽ പറയുന്നത് 40 to 50 ആണ് എക്കണോമി എങ്കിൽ നമുക്കൊരു 55 വരെ കിട്ടും എക്കണോമിയിൽ പോകാൻ പറ്റും, കുഴപ്പമില്ലാതെ. അപ്പം അതിൽ തന്നെ പോകുമ്പോൾ നമുക്കൊരു 55 മൈലേജ് കിട്ടുന്നു ഓൺ ആൻ ആവറേജ്. അപ്പം അതൊരു ഇതാണ്. പെട്രോൾ വണ്ടിയിൽ അത്ര കിട്ടാതെ അതും ഓട്ടോമാറ്റിക് ആയ വണ്ടിയിലൊക്കെ കിട്ടാന്ന്. പിന്നെ അതേപോലെ തന്നെ ഇതിന് ഡെഫിനറ്റ്ലി ഇതിന്റെ ബൂട്ട് സ്പേസ് ഉണ്ടല്ലോ അതിന്. പക്ഷെ ഇപ്പം ഐ തിങ്ക് 2 ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതിന് ഒരെണ്ണം ഉള്ളൂ. ബട്ട് എന്നാലും പുതിയ ലേറ്റസ്റ്റിൽ 2 ഉണ്ട്, ഇതിനൊന്നും. പക്ഷെ എന്നാലും ബൂട്ട് സ്പേസ് ഒരു അത്യാവശ്യം ലാർജ് ആണല്ലേ. ഫാമിലി ഓറിയന്റഡ് ആയിട്ടൊരു വണ്ടി നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു. പിന്നെ ഇതിലിപ്പം ക്വിക്കായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആയിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ. ക്വിക്കായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്തായിരുന്നു? നെഗറ്റീവ് കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഇതിന് സ്പാർക്ക് പ്ലഗിന് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഒരു 6 months കൂടുമ്പം വരുന്നുണ്ട്, ഒരു തവണയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി അത് ഇതിൽ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അതിപ്പോ 2 ആഴ്ച മുന്നേ മാറ്റിയിട്ടുള്ളൂ. നോക്കാം നമുക്ക്. പിന്നെ സ്കൂട്ടിക്ക് ഇങ്ങനെ ഗ്രാജുവലി കാലം കഴിയുന്നവരും ആ ഒരു പവർ ഡ്രോപ്പ് ആവുന്നുണ്ട്. ഇത് പവർ വൈസ് കുഴപ്പമില്ലല്ലോ അല്ലേ? നമുക്ക് ഡബിളൊക്കെ വെച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതാണ് കൂടുതൽ സെയിൽ ഉള്ളത് തോന്നുന്നു. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു TVS മാർക്കറ്റിൽ നിന്ന് ഏകദേശം പിടിച്ച പോലെയാണ് ജൂപ്പിറ്റർ തന്നെയാണ്. കാരണം അധികം ആൾക്കാരെങ്കിലും ഇപ്പം ആക്റ്റീവ് ഉണ്ട്, ആക്റ്റീവയുടെ മാർക്കറ്റ് ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയൊക്കെ തോന്നുന്നു ഇലക്ട്രിക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അറിയില്ല, അതിന്റെ ഡിഫറൻസ് നമുക്കൊരു നോക്കേണ്ടി വരും. രണ്ട് യൂസ് ഉള്ള ആൾക്കാർക്കാണ്. അപ്പോൾ ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ ഇത് എത്ര CC ആയിരുന്നു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇത് 110 cc ആണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതൽ ഓപ്ഷൻസ് ഉള്ള വേരിയൻസിൽ അതായത് 125 വരുന്നുണ്ട് എന്താ തോന്നുന്നു. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇഷ്യൂസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? സർവീസ് ഒക്കെ എങ്ങനെ? സർവീസ് ഒക്കെ ഓക്കെ ആണ്? TVSന്റെ സർവീസ് സാറ്റിസ്ഫൈഡ് ആണ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. 5 years അടിപൊളി യൂസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പാരന്റ് ആണോ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു? അല്ല, ആക്ച്വലി ഇത് ഞാനും രണ്ടുപേരും, അതായത് വീക്ക് ഡേയ്സിൽ ഞാൻ യൂസ് ചെയ്യും, വീക്കെൻഡ്സിൽ ഫാദർ യൂസ് ചെയ്യും.
അപ്പോൾ ഇതിലാണോ നാട്ടിലേക്ക് എവിടെയായിരുന്നു ഞാൻ ചോദിക്കുക പേരെന്തായിരുന്നു ബ്രോൻ്റെ? ഞാൻ കൃഷ്ണൻ. ഓക്കെ. അപ്പം എവിടെയായിരുന്നു വീട് എവിടെയായിരുന്നു? എൻ്റെ വീട് പരപ്പനങ്ങാടി. പരപ്പനങ്ങാടിയാണ്. അപ്പോൾ വണ്ടിയിൽ തന്നെയാണോ പോകുന്നത്? അതെ. ഓ, പരപ്പനങ്ങാടി ഏകദേശം ഇവിടുന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് 35 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. ഓക്കെ, അതന്നെ വലിയ കാര്യം കേട്ടോ. കാരണം നമുക്കൊക്കെ ഈ ഇങ്ങനത്തെ ഒരു സ്കൂട്ടി പോലത്തെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഊരവേദന അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൺവീനിയൻസ് അല്ല. നമുക്കൊരു വീട്ടിലേക്കൊരു പലഹാര സാധനങ്ങളൊക്കെ പോയി വാങ്ങി വരാനൊക്കെ, ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബൈക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ബെസ്റ്റ്. നമുക്ക് ഇങ്ങനത്തെ ഒരു സെഗ്മെന്റ് ആണ് ഒന്നായിട്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പോൾ ഇത് നമ്മൾ ഇനി സജസ്റ്റ് ചെയ്യും എങ്ങനെ ബ്രോ? വേറെ ആൾക്കാർ റെഫർ ചെയ്യും? ഈ വേരിയന്റ് അല്ല, പുതിയ ജൂപ്പിറ്റർ എന്തായാലും സ്കൂട്ടർ ഇതിൽ എവിടെയാണ് നമുക്ക് പെട്രോൾ അടിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്? ഇതിന്റെ ലേറ്റസ്റ്റ് ഫ്രണ്ടിൽ എന്താ വരുന്നത്? അതിന്റെ ഇതിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു മെയിൻ്റെനൻസിനും അത്ര പൈസ വരുന്നില്ല. എത്രയായിരുന്നു ഏകദേശം? ഒരു മെയിൻ്റെനൻസ് പറയുമ്പോൾ ഒരു 1200 ആ റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, അത് എത്ര മാസം? ഒരു കൊല്ലത്ത് 2 തവണ. ഓ, അപ്പോൾ നോർമലാണ്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യുബിൾ ഇൻഫർമേഷൻ തന്ന ബ്രോ താങ്ക്സ്. താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഇനി ഇതേപോലത്തെ ഫ്യൂച്ചറിൽ ഏതെങ്കിലും വണ്ടി സ്പെസിഫിക് ആയിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, 2 വീലർ ഓർ കാർ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പറയണം. നമ്മൾ കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ അതന്നെ ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് വേണം. താങ്ക് യു.